ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലയ ലിബിൻ ഫാമിലി വ്ളോഗ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഇലയട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇലയട എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ വാഴയില എൻ്റെ അടയല്ലേ, മറ്റേ കറുപ്പേൻ്റെ ഇലയില്ലേ, അതിനെ കൊണ്ട് ഒരു ഇലയട ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പം നമ്മളെ വീട്ടിൽ കറുപ്പച്ചപ്പില്ല, അപ്പോൾ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ പോയിട്ടാണ് പറിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്നാത്തിലൊരു ദിവസം ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായി. ഇപ്പോൾ കുറേ ആയിട്ടാണ് ഞാനിങ്ങനെ ഒരു ഇല ഇത് ഉണ്ടാക്കിയിട്ട്, കറുപ്പേൻ്റെ ഇല കൊണ്ട് ഉണ്ടാക്കിയിട്ട്. അപ്പം ഞാൻ അവിടെ പോയി എന്ത് ചെയ്തെന്ന് വെച്ചാൽ കറുപ്പേൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാടൊന്നും ഉണ്ടായില്ല ഇല, നമ്മൾ ഉള്ളതൊക്കെ എന്ത് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതേപോലെ ഏട്ടനും എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതെടുത്തത്. അപ്പോൾ ഗൈസ് ഇത് മാത്രമേ കറുപ്പച്ചപ്പിൻ്റെ ഇല കിട്ടിയിട്ടുള്ളൂ, വേറെ ഒന്നും കൊണ്ടല്ല. അവിടുത്തെ മരം കൊത്തി ഗൈസ്, എനിക്കറിയില്ലായിരുന്നു കറുപ്പയുടെ മരം അവർ കൊത്തിയെന്ന്. ചെറുതായിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് മുളച്ച് വരുന്നുണ്ട്, മുകളിൽ നിന്ന് ഞാൻ പറിച്ചെടുത്തു. പക്ഷെങ്കിൽ ഇത് തളിര് പോലത്തെ ഇലയാണ്, ഇതെങ്ങനെയാവുമെന്നും എനിക്കറിയില്ല, എന്തായാലും നോക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഇലകളെല്ലാം ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു വട്ടയിൽ വെള്ളം എടുത്തിട്ട് അതൊക്കെ അത് ജസ്റ്റ് ഒന്ന് പൊതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം ഞാൻ അതിലേക്ക് പൊതിർത്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം എന്തെങ്കിലും അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. പക്ഷെ ഇത് എല്ലാ ഇലയും എടുക്കാനാവുമെന്ന് എനിക്ക് ഒരു ഇതുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഭയങ്കര തളിരിലയാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ അടേൻ്റെ ഇതാക്കി വരുമ്പോൾ ചിലപ്പോൾ അത് കിട്ടുമോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും നോക്കാം, നമുക്ക് ഉണ്ടാവും ഇലയൊക്കെ ഭയങ്കര തളിരിലയാണ്. അപ്പോൾ അതിലെങ്ങനെയാണ് ഞാനിനി പരത്തി കൊടുക്കുന്നതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് നോക്കാം, കിട്ടുമോ ഇല്ലയോ എന്നെല്ലാം നോക്കാം. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എന്നിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെന്ന് വെച്ചാൽ അതിൽ ആവശ്യമായിട്ട് നമ്മൾ എന്തെന്ന് വെച്ചാൽ ഒരു ഡവറ എടുത്ത് അതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുക്കുന്നത്. അരിപ്പൊടി കൊണ്ടും ഉണ്ടാക്കാം, പക്ഷെ ഞാൻ അരിപ്പൊടിയൊന്നും എടുത്തിട്ടില്ല, ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ വേഗം എളുപ്പമായിട്ട് വേഗം കഴിയുമല്ലോ. അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് തരം ഗോതമ്പ് ഉണ്ടായിരുന്നേ, അതാണ് ഞാൻ ആ രണ്ട് കളറായിട്ട് വരുന്നത്, അതുകൊണ്ട് അതാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് എന്ത് ചെയ്തിട്ട് അല്പം ഉപ്പ്, അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടുത്തെ അമ്മയൊക്കെ എങ്ങനെയാണ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലാണ് ഉപ്പിട്ടിട്ട് ആ വെള്ളം കൊണ്ടാണ് അവർ കുഴക്കുക. പക്ഷേ ഞാൻ അതിൽ തന്നെ ഉപ്പിട്ട് കൊടുക്കല, എന്നാലേ എനിക്ക് അതിൻ്റെ കറക്റ്റ് ആ ഒരു പാകം തിരിയുള്ളൂ. പിന്നെ ഓരോരുത്തരും എനിക്ക് മറ്റു ചെയ്യാൻ ആക്കുമ്പോൾ എനിക്ക് റെഡി ആവുകയില്ല, ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് പാകമായിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, എന്നാലാണ് ആ ഉപ്പ് എല്ലായിടത്തേക്കും റെഡിയായി വരുള്ളൂ. എന്നിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തി മാവെല്ലാം ഇതാക്കുന്ന പോലെ കുറച്ച് വെള്ളം, അതുപോലെയല്ല, കുറച്ചുകൂടി ഒരു ലൂസായിട്ട് കുറച്ച് വെള്ളമാക്കിയിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ കുഴച്ചെടുക്കണം. എന്നാൽ നമുക്ക് ഇങ്ങനെ പരത്തുമ്പോൾ നന്നായിട്ട് കിട്ടുക ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി കഴിഞ്ഞാലാണ്. പിന്നെ നമ്മൾ കയ്യിൽ വെള്ളമാക്കിയിട്ട് വേണം പരത്താൻ, അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, വൃത്തിയിൽ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇത്ര തേങ്ങ എന്നോട് ചിരകുന്ന സമയത്ത് മറ്റേ ഓട് കഴിഞ്ഞ് പോകുമെന്ന് പറയൂലേ, അങ്ങനെ ഓട് കഴിഞ്ഞ് പോയി. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ മറ്റേ ഗ്രേറ്റ് ചെയ്യുന്ന സംഭവമില്ലേ, അതിനെ കൊണ്ടെന്ത് ചെയ്ത് നന്നായിട്ട് ചിരവിയെടുത്തു. അപ്പോൾ വെല്ലവും ഞാൻ എന്ത് ചെയ്ത് അതിലേക്ക് ചെത്തിയിട്ട് കൊടുക്കുന്നതാണ്. ഇനിയിപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യണം, എന്നിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് അല്പം മറ്റേ നല്ല ജീരകയില്ലേ, അതും കൂടി അതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കറുപ്പേൻ്റെ ഇലയില്ലേ, അതിൽ ഈ മാവ് എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പരത്തി കൊടുക്കുക. അധികം കട്ടിയിലാക്കണ്ട കേട്ടോ, ഇതാകുമ്പോൾ വേഗം വെന്ത് കിട്ടുകയും ചെയ്യും, പിന്നെ ചെറുതാണല്ലോ, അപ്പോൾ പെട്ടെന്ന് ആവിയിൽ വേവിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ നന്നായിട്ട് അത് പരത്തി കൊടുത്തതിന് ശേഷം ഞാൻ ഒരു കൈ കൊണ്ട്, അതായത് നമുക്ക് നല്ല വൃത്തിയിൽ ചെയ്യാൻ പറ്റും ഇത് നന്നായിട്ട്, പക്ഷേ ഞാൻ ഒരു കൈ കൊണ്ട് ഫോൺ ക്യാമറ എടുക്കുന്നതുകൊണ്ട് ഒരു കൈ കൊണ്ട് മാത്രം ചെയ്യുന്നുണ്ട് കേട്ടോ ഇങ്ങനെ, അല്ലെങ്കിൽ ഈ ഇലേൻ്റെ തണ്ട് പിടിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി വൃത്തിയിൽ കിട്ടും. അപ്പം നന്നായിട്ട് അതിലിട്ട് കൊടുത്ത് ഞാൻ എന്ത് ചെയ്തു, എല്ലാം ഇട്ട് കൊടുത്ത് ഞാൻ വെക്കുന്നത് എന്നോട് കാണിക്കാൻ മറന്നു, ഇതായിട്ടാണ് ഞങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ വിട്ട് കിട്ടണമെന്ന് വെച്ചാൽ നല്ലോണം പെട്ടെന്ന് വിട്ട് കിട്ടണമെങ്കിൽ അത് ഒറ്റ വലിക്ക് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വെന്തെന്നാണേ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങനെ കിട്ടിയില്ല, അപ്പോൾ ഞാൻ ഒന്നും കൂടി വേവിച്ചിട്ടാണ് ഇതാക്കിയത്. അപ്പോൾ ഇതാ ഞാൻ ചായ കുടിക്കുകയാണേ ഗൈസ്. അപ്പോൾ അതിൻ്റെ കൂടെ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടയും, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. ആ അടേൻ്റെ കൂടെ മറ്റേ മധുരക്കിഴങ്ങില്ലേ, നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ, അത് പുഴുങ്ങിയിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ രാത്രിയിൽ നമ്മൾ അങ്ങനെ ഭയങ്കര ഹെവി ആയിട്ട് ചോറും അങ്ങനത്തെ ഒന്നും കഴിക്കില്ല, ഇങ്ങനത്തെ എന്തെങ്കിലും ഭക്ഷണമേ കഴിക്കുള്ളൂ, ചിലപ്പോൾ കപ്പിയൊക്കെ ഉണ്ടാവേ.
അപ്പോൾ അതും ഭയങ്കരമായിട്ടൊന്നും കഴിക്കുകയില്ല. അപ്പോൾ നമ്മളൊരു 7:30 മണിനുള്ളിലൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിയും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.